ഹലോ. 2-3 ദിവസം നാട്ടിലില്ലായിരുന്നു. ഞാൻ IFFK തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവലിൽ പോയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഈ വർഷം IFFKയിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു സിനിമ പരിചയപ്പെടുത്തുക കൂടിയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ പടം റെക്കമെൻഡ് ചെയ്യാനായിട്ട്. കാരണം ഈ സിനിമ മലയാളത്തിൽ ഒരു റിവ്യൂ ചാനൽസും റിവ്യൂ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നത്. മിക്കവാറും പലരും ഈ പടമേ കണ്ടിട്ടുണ്ടാവില്ല, പലരും കേട്ടിട്ട് പോലും ഉണ്ടാവുകയല്ല. ഇതിനൊരു OTT റിലീസ് ഒക്കെ ആയി കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഒരു മെയിൻ പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും വരും ഈ സിനിമ. അപ്പോൾ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമ സിറാത്ത്. ഒലിവർ ലാക്സ് സംവിധാനം ചെയ്ത ഒരു സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് അറബിക് അഡ്വഞ്ചർ ഡ്രാമ ഫിലിമാണ് ഇന്ന് ഈ സിനിമയെ കുറിച്ച്. മൊറോക്കൻ മരുഭൂമിയിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. അവിടെ നാടോടികൾ എന്നൊക്കെ പറയാവുന്ന ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ തമ്പടിച്ച് താമസിച്ചിട്ട് വലിയ സൗണ്ട് ബോക്സ് ഒക്കെ വെച്ച് മ്യൂസിക്കിന് അനുസരിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു റേവ് പാർട്ടി നടക്കുകയാണ്. അവിടെ സ്വന്തം മകളെ അന്വേഷിച്ചിട്ട് ഒരു അച്ഛനും അയാളുടെ ഇളയ മകനും അവരുടെ നായക്കുട്ടിയും കൂടെ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയാം. വളരെ അൺയൂഷ്വൽ എന്നൊക്കെ പറയാവുന്ന ഒരു സ്റ്റോറിയാണ്. പടത്തിന്റെ ഫ്രെയിംസ് ആണെങ്കിലും ശബ്ദമിശ്രണമാണെങ്കിലും ഇതിന്റെ പ്ലോട്ട് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പടം കണ്ടു കഴിഞ്ഞിട്ടും തലയിൽ നിന്നും പോകുന്നില്ല എന്നൊക്കെ പറയാം. ഇതിപ്പോ നിങ്ങളിപ്പോ OTTയിൽ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും സ്ക്രീനിൽ കണ്ടാൽ എന്തുമാത്രം അതങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. വലിയ സ്ക്രീനിൽ വിത്ത് നല്ല സൗണ്ട് ഇഫക്റ്റ് ഒക്കെയുള്ള അറ്റ്മോസ്ഫിയറിൽ കണ്ടാലേ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ആസ്വാദനം ലഭിക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പടമൊക്കെ ഇന്ത്യയിൽ തിയേറ്ററുകളിൽ റിലീസ് ആവണം. അങ്ങനെ കാണുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഇതിന്റെ സൗണ്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അന്യായമാണ്. സോ ഇതിന്റെ ഒരു വിഷ്വൽ ആൻഡ് സൗണ്ട് ക്വാളിറ്റിയാണ് പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. ഈ മരുഭൂമി ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മളും അവിടെ എത്തിയ പോലെ ഫീൽ ചെയ്യും. നമുക്കും ആ ഒരു ചൂട് കിട്ടുമെന്ന് പറയാം. സോ ആ ഒരു മരുഭൂപ്രകൃതി ഇത്രയും കിടിലനായിട്ട് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മരുഭൂമിയിൽ കൂടെയുള്ള വളരെ സാഹസികമായ ഒരു ഓഫ് റോഡ് യാത്ര കൂടിയുണ്ട് ഇവരുടേത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ള നമ്മളുടെ ആ ഒരു ചിന്തകളുടെ ആകുലതകളുടെ ടെൻഷൻ ബിൽഡിങ്ങിന്റെ ഒക്കെ ചൂടുള്ള ഒരു ടെറൈനിലൂടെയുള്ള ഒരു വൈൽഡ് യാത്ര എന്നൊക്കെ പറയാവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഭയങ്കര രസമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. സിറാത്ത് എന്നത് തന്നെ ഒരു അറബി വാക്കാണ്. അതിന്റെ അർത്ഥം തന്നെ വഴി എന്നാണ്. ഇതിന്റെ ക്യാരക്ടേഴ്സിനോട് നമുക്ക് ഒരു സ്പെഷ്യൽ ഇഷ്ടം തോന്നും, നല്ലൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നും. പ്രത്യേകിച്ച് ലൂയിസിന്റെ മകനായ എസ്തേബാൻ, അവരുടെ നായ്ക്കുട്ടി, ഇവരോടൊക്കെ. സെർഗി ലോപ്പസ് ആണ് ഇതിലെ ലൂയിസ് എന്ന ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത്. ഈ പറയുന്ന പേരിന്റെ ഒക്കെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ നാടോടി സംഘത്തിൽ വേറെയും കുറെ നല്ല കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസും ക്യാരക്ടേഴ്സും കിടുവായിരുന്നു. ടെക്നിക്കൽ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ, വിഷ്വൽ, സൗണ്ട് ഡിസൈൻ എല്ലാം ടോപ്പ് നോച്ച് ആണ്. മൗറോ ഹെർസെ, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല, അദ്ദേഹമാണ് ഇതിന്റെ ക്യാമറ. മരുഭൂമിയിൽ ഇങ്ങനെ വലിയ സൗണ്ട് ബോക്സിൽ മുഴങ്ങി കേൾക്കുന്ന ആ ഒരു ബീറ്റ്സ് ശരിക്കും മരണതാളം, ശമനതാളം എന്നൊക്കെ പറയുന്ന പോലെ സിനിമ തീരുമ്പോഴും ഒരു നെഞ്ചിടിപ്പ് പോലെ നമ്മളുടെ ഉള്ളിൽ അതിങ്ങനെ കിടക്കും. ഒരു വിറയലാണ്. നമുക്ക് ഷോക്കിംഗ് ആണ് ഇതിന്റെ സൗണ്ട് എന്ന് പറയാം. പടവും അങ്ങനെ തന്നെയാണ്. പടം കുറച്ച് സ്ലോ ആണ്. മാസ് ഓഡിയൻസിനെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നാനുള്ള സാധ്യത ഉണ്ട്. ചെറിയ ലാഗൊക്കെ ചിലർക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ എങ്ങനെയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ സിനിമയുടെ ഒരു പർട്ടിക്കുലർ പോർഷനിൽ എത്തുമ്പോഴേക്കും ഒരു വല്ലാത്ത തരിപ്പ് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു പോർഷൻ ഈ സിനിമയിലുണ്ട്. അവിടെ വെച്ച് സംഭവം ഒന്ന് ചേഞ്ച് ആകും. അതാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. അത് വളരെ സർപ്രൈസിംഗ് ആയിട്ട്, ഷോക്കിംഗ് ആയിട്ട് വന്നതാണ് പടം വേറൊരു അനുഭൂതിയാക്കി മാറ്റുന്നത്. കൂടുതൽ പറഞ്ഞതിന്റെ ആസ്വാദനത്തെ ഞാൻ നശിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ പടം ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ കാണുക. പക്ഷെ ഇനി അതിന് സാധ്യത കുറവാണ്. ചിലപ്പോൾ ഏതെങ്കിലും റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ വരുമായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ വർഷവും ഒക്കെ കോട്ടയത്തുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ റീജിയണൽ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയില്ല ഇതിനി OTTയിൽ കണ്ടാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാവുമെന്ന്. അപ്പൊ ഞാൻ ഈ പടം കണ്ടത് IFFKയിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. വിത്ത് ഒരു ഗംഭീര, ഒരു വലിയ ഓഡിയൻസ്, ഒരു ഗംഭീര കൈയടിയൊക്കെ പടം തീർന്നപ്പോൾ ഉണ്ടായിരുന്നു. ഈ ഫെസ്റ്റിവലിൽ ഗംഭീര അഭിപ്രായമുള്ള വേറെയും കുറെ സിനിമകൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്കതെല്ലാം കാണാൻ പറ്റിയില്ല. ഞാൻ ആകെ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 8 പടം കണ്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് റിസർവ് ചെയ്യാൻ പറ്റിയ പടങ്ങളും പോയി ക്യൂ നിന്ന് കാണാൻ പറ്റിയ പടങ്ങളെ കണ്ടുള്ളൂ. കണ്ടതിൽ എനിക്ക് ദ ബെസ്റ്റ് എന്ന് തോന്നിയ സിനിമയാണ് സിറാത്ത്. 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഈ സിനിമ നേടിയിട്ടുണ്ട്. ഇത്തവണ ഓസ്കാറിന് 5 കാറ്റഗറീസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് സൗണ്ട്, ബെസ്റ്റ് കാസ്റ്റിംഗ്, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, ഒപ്പം സ്പെയിനിൽ നിന്നുള്ള ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിലെ എൻട്രി കൂടിയാണ് ഈ സിനിമ. സൗണ്ട് ഡിസൈനിങ്ങിലും ഓസ്കാർ ലഭിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം പടം കുറച്ചുകൂടി പോപ്പുലാരിറ്റി ലഭിക്കും എന്ന് കരുതുന്നു. IFFKയിൽ ഫെസ്റ്റിവൽ ഫേവറേറ്റ് വിഭാഗത്തിലാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത്. സ്പാനിഷും ഫ്രഞ്ചും അറബിക്കും ഇംഗ്ലീഷും ഇതിൽ സംഭാഷണങ്ങളിൽ ലാംഗ്വേജസ് ആയിട്ട് വരുന്നുണ്ട്. 1 മണിക്കൂർ 55 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. പടം മുബി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ ഡേറ്റിലേക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ OTTയിൽ കണ്ടാൽ അതിന്റെ ഫീൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.